കാൽവരി മൗണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് മഞ്ഞൊക്കെ കയറി വരുന്നൊരു കാഴ്ച കാണാം. ഇപ്പോൾ വൈകുന്നേരമായേ, താഴെയൊക്കെ മഴ പെയ്തായിരുന്നു. അതുകൊണ്ടോ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടോ, ആ മലനിരകൾ കൂടെ മഞ്ഞിങ്ങനെ കയറി അടിച്ച് വരുന്നു. കാൽവരി മൗണ്ട് സിറ്റി താഴെ കുരിശുപള്ളിയൊക്കെ. കാൽവരി മൗണ്ടിലെ സെൻറ്റ് ജോർജ് പള്ളിയാണ് ആ കാണുന്നത്. മേഘമല റിസോർട്ട്. മുകളിലോട്ട് കയറിപ്പോയാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്ത് കാണും കേട്ടോ. കുറച്ച് അല്ലാതുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരാം. റിസോർട്ടുകളൊക്കെ നിൽക്കുന്നുണ്ടോ, ഇപ്പം ഗസ്റ്റുകളൊക്കെ കുറവാണ്. കുറച്ച് നാളായി നമ്മളിവിടെ വന്നിട്ട്. ഇപ്പം നമ്മൾ കാൽവരി മൗണ്ടിലാണേ. കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പം നല്ലൊരു മഴ ഇവിടെ പെയ്തു കേട്ടോ. നമുക്ക് താഴോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ. കുരിശുമലയ്ക്ക് കയറിപ്പോകുന്ന വഴി. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ടേ. വൈകുന്നേരം ആയതുകൊണ്ടേ ഇച്ചിരി ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. ഉണ്ട് അവിടെ റിസോർട്ടുകളും ഇവരുടെ കോട്ടേജുകളൊക്കെ ഉണ്ട്. കാറ്റ് കുറവുണ്ട്, അത് തന്നെ ഒരു വലിയ കാര്യം. ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ഇവിടെ ഒരു ഗ്യാലറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ കാറ്റുണ്ട് കേട്ടോ. ഇതാ അവിടെ നല്ല കാറ്റാണ്. മഴയും ചാറാൻ തുടങ്ങി. അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയുടെ വെള്ളം അവിടെ പോയി. കോട്ടേജുകളാണ് എന്ത് ഭംഗിയാ നോക്കി. ആ ഇവിടെ പുതിയൊരു ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആൾക്കാർക്ക് മഴ പെയ്യുമ്പോഴൊക്കെ കയറി നിൽക്കാം. കോഫി ഷോപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിനിടയ്ക്കൂടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടേ, കണ്ടോ. അവിടെ അങ്ങനെ ഇരിക്കാം കാറ്റൊക്കെ കൊണ്ട്. പിന്നെ പേരമരങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ കേട്ടോ. ഡാമിൻ്റെ കാഴ്ചകൾ. മഴ വരുന്നുണ്ട്, പിന്നെ നേരവും പോകുന്നുണ്ട്. ആ നമുക്ക് ഇതുവഴി കുറച്ചങ്ങ് നടക്കാം. കണ്ടോ ഡാമിൻ്റെ ഒരു കാഴ്ച കണ്ടോ. മൂടലായി മൊത്തം കേട്ടോ. മഞ്ഞ് കയറാൻ തുടങ്ങി. കുറച്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പുറത്തൊരു കുറച്ച് തേയിലച്ചെടികളൊക്കെ ഉണ്ടേ. കുരിശുമല അങ്ങ് ദൂരെ കാണാം. നേരം പോയതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ മനോഹരമായൊരു തേയിലത്തോട്ടം. വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ ഇച്ചിരി കൂടെ കളറായേനെ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇന്ന് അങ്ങേ മലയിലോട്ടുള്ള കാഴ്ചകളുണ്ടോ. അപ്പം അങ്ങോട്ടൊന്നും പോകാനുള്ള നേരം നമുക്ക് കിട്ടുകയില്ല. സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. നല്ല ചെമ്മാനം, നല്ല കാറ്റടിക്കുന്നുണ്ടേ. താഴെയാണ് നല്ല ചെമ്മാനം. പക്ഷേ മഴക്കാർ കയറി വരിക. മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ കയറി വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് ചാർജൊക്കെ കൂട്ടി കേട്ടോ. 40 രൂപയാണേ ഒരാൾക്കും വണ്ടിക്കും കൂടെ. ഇപ്പോൾ 30 രൂപയ്ക്ക് ഒരാൾക്ക്, 10 രൂപയ്ക്ക് വണ്ടിക്ക്. അവിടെ കണ്ടോ കുറേ മലനിരകളിങ്ങനെ. അതങ്ങനെ പോയിട്ട് കോഴിമല ഭാഗമൊക്കെ അങ്ങനെ ബന്ധിച്ച് പോകട്ടോ. പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ കുളമാവിൻ്റെ സൈഡിലേക്കൊക്കെ കയറി പോകുന്ന മലനിരകളാണത്. ആ 2 റിസോർട്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചുവന്ന പെയിൻ്റുള്ളൊരു റിസോർട്ട് കാണുന്നുണ്ടോ. അതും നല്ലതാണ് കാണാൻ. താഴേക്ക് ഇറങ്ങിപ്പോവാം. ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് നോക്കാവേ. അത്രയൊക്കെ ഉള്ളൂ. ഈ ഹട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ള കൂടുതൽ ഈ പേരമരങ്ങളൊക്കെയാണ്. പുതിയ ഗ്യാലറി അടിപൊളിയാണ്.
നമ്മൾ നേരത്തെ ഗ്യാലറി കയറാൻ വന്നപ്പോൾ ഇവിടെ ആളായിരുന്നേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഗ്യാലറിയിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം. കാറ്റ. ഇവിടുത്തെ കാഴ്ചകൾ തൽക്കാലം കഴിഞ്ഞു. ഇനിയുണ്ട്, പക്ഷേ ഉണ്ടല്ലോ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ടേ. കാരണം നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കിഡിലിനായിട്ട് ഈ ഗ്യാലറി കൊണ്ടുവരാം. അല്ല, ഗ്യാലറി പോട്ടെ, ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയൊക്കെ കാണുന്നുള്ളൂ. കാറ്റ് കൂടുതലായതുകൊണ്ട് ചെടികളൊക്കെ പിടിച്ച് കിട്ടാൻ പാടാം. അതാണ് പ്രശ്നം. ഇനി നമുക്ക് ആ 2 ഹട്ട് ഇരിക്കുന്നുണ്ട്. ഹട്ടല്ല കേട്ടോ, അതവിടെ കോട്ടേജാണേ, ഇവർ വാടകയ്ക്ക് കൊടുക്കുന്ന. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ പുറത്തൊരു കോഫി ഷോപ്പുണ്ടേ. ആ ഒരു കെട്ടിടത്തിൻ്റെ ഭംഗി വേറെയാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പുറത്തെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലൊരു കാറൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അവിടെ ആളുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ആളില്ലാന്ന് തോന്നുന്നു. ഇതെല്ലാം ഈയിടെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ടേ. നേരത്തെ ഫ്രണ്ടോട്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. വണ്ടിയൊക്കെ കയറ്റിയിടാനുള്ള സംവിധാനമാക്കിയിട്ടുണ്ട്. അവിടെ വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ അപ്പുറത്ത് പോയ വ്യൂ പോയിൻ്റ്. ആ ഗാർഡനൊക്കെ നല്ലതായിട്ട് കാണാം നമുക്ക്. ഈ ഒരു കെട്ടം പണിതിട്ട് അങ്ങ് ചുമ്മാ കടന്നു പോയിട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടേ പുറത്തേക്ക് പോകാവേ. അങ്ങേ സൈഡിലോട്ട് കുറച്ച് തേയിലച്ചെടികളുടെ ഇടയ്ക്കൂടെ ഉള്ള നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടുത്തെ പുൽത്തവടിയൊക്കെ കണ്ടോ, എന്നാ പച്ചപ്പാന്ന് നോക്കി. കുറച്ച് അപ്പുറത്ത് വരെ പോയിട്ട് വരാം. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. ഇച്ചിരി കൂടെ നേരത്തെ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ കളർ കിട്ടിയത്. ഇതിൻ്റെ അപ്പുറേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് മേഖലയാണേ. എന്നാലും വൈകുന്നേരമൊക്കെ വന്നാലും നല്ല ഭംഗി ഇതവിടെ ഒക്കെ കാണാൻ. നല്ല പച്ച തേയിലത്തോട്ടം. ഇതിപ്പോൾ നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ചുവന്ന റോഡും നല്ല പച്ചപ്പും. ആ ഒരു റിസോർട്ട് ഉണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഗീ റിസോർട്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് താമസിക്കാം കേട്ടോ. നല്ല കിടില വ്യൂ ആണ്. അങ്ങ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിലേ കാണാൻ നല്ലതായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഒത്തിരി സമയം പോയത് കാരണം നമുക്ക് ഇട്ട് പോകാനുള്ള സമയമില്ല. ഒരു 1/4 മണിക്കൂർ പിടിക്കാം മണ്ടേ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും. ഇവിടെ കുറച്ച് തേയിലത്തോട്ടമുണ്ടേ. പക്ഷേ ഇപ്പോൾ ഇതിനകത്തെ കയറാൻ പറ്റില്ല. നേരത്തെയൊക്കെ നമുക്ക് ഇതിനകത്തോടൊക്കെ ഇങ്ങനെ കയറാൻ പറ്റുമായിരുന്നേ. ഇതൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അത് കാരണം ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടുത്തെ വ്യൂ കണ്ടോ, അതൊരു കിടിലം വ്യൂ ആണ്. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ.
അവിടെ താഴെ പുതിയതായിട്ട് റിസോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇച്ചിരി വലിയ റിസോർട്ടാണല്ലോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ റിസോർട്ടിൻ്റെ പേര് കാണുവാണെങ്കിൽ കൊടുത്തേക്കാം. അത് പണി തീർന്നില്ലേ. ഇവിടെ വാസ്കോഡ ഗാമയുടെ കപ്പലിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ റിസോർട്ടുണ്ട് കേട്ടോ. കറുത്ത് ആ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ഒരു സംഭവമൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മറ്റൊരു റിസോർട്ടുണ്ട്. ഇതിനകത്ത് വരെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അടുത്തൊരു ദിവസം നോക്കാം. ബസ്സിൻ്റെ മാതൃകയിലുള്ളൊരു കോഫി ഷോപ്പൊക്കെ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇതുവരെ ഓപ്പൺ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. മൂന്നാറൊക്കെ പോയാൽ നമുക്ക് ഇതുപോലെ കാണാം. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. മിസ്റ്റി നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൂട്ട് റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വിളിക്കണേ. നല്ല അടിപൊളി റൂംസൊക്കെ ഉണ്ട് അവിടെ. കാൽവരി മുകളിലേക്കുള്ള പ്രവേശന കവാടം. ഈ ജീപ്പുകാർ നമ്മളെ ഇവിടുന്ന് മുകളിലേക്കൊക്കെ എത്തിച്ചു തരും കേട്ടോ. അതിൻ്റെ നിശ്ചിത വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളുണ്ടോ? ഇത് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല കിഡിലം കാഴ്ചയായിരിക്കും. അവിടെ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് ഉദിച്ചു വന്നു കഴിയുമ്പോഴേ, ഇപ്പോൾ ഈ സന്ധ്യ ആയിട്ടും ഇത്രയൊരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു മേഖലയെല്ലാം മലനിരകളെല്ലാം മഞ്ഞ് കയറി കിടക്കുവാണ്. കുരിശുമല, അതിൻ്റെ മുകളിൽ വലിയൊരു കുരിശുണ്ട്. ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആൾക്കാർ കയറുന്ന അവിടെ. ഇവിടുന്നാണേലും നല്ല വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവമൊക്കെ തന്നെ. ആ ദൂരെയൊക്കെ റിസോർട്ടുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടപ്പം ചെറിയ ചെറിയ ഭംഗിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെമ്മാനവും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും അങ്ങനെ കുറേ കാഴ്ചകൾ. അപ്പോൾ കല്ലൂർ റോഡിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ലൊരു കിടിലൻ വ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടാകും. നല്ല പച്ചപ്പൊക്കെ ആയിട്ടേ. ഓവർ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ.